മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 8 8ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ത്രികോണങ്ങൾ, ട്രയാങ്കിൾസ്, അതുമായി ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതിൽ വരുന്ന പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, ത്രികോണം, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണയുണ്ട്. എന്താണ് ട്രയാങ്കിൾ? ട്രൈ ആംഗിൾ, 3 ആംഗിൾ, 3 ആംഗിൾ ഉള്ളതാണ് ത്രികോണം. 3 കോണുള്ളതാണ് ത്രികോണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം, അതിന് 3 സൈഡ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, 3 ആംഗിൾസ് ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ 3 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ 3 കോണുകളും ഉണ്ട്. ഈ രണ്ട് കാര്യമാണ് ത്രികോണത്തിന് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ട്രയാങ്കിൾസിന്, ത്രികോണങ്ങൾക്കുള്ളത് എന്നാണ് ഈ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണത്തിന് നമ്മൾ പേര് കൊടുക്കുന്നത് വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് ABC എന്ന് പറയുന്ന ത്രികോണവും ഇത് PQR എന്ന് പറയുന്ന ത്രികോണവും ആണ് എങ്കിൽ അതിൻ്റെ വശങ്ങളാണ് AB, BC, AC. വശങ്ങൾ പറയുമ്പോൾ 2 ഇംഗ്ലീഷ് അക്ഷരം, ഈ സൈഡിന്റെ ഈ അറ്റവും ഈ അറ്റത്തുള്ള ലെറ്റേഴ്സിനെ എടുത്തിട്ടാണ് സൈഡ് പറയുക. ഓക്കെ, PQ എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, PR എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, PR. ഈ സൈഡിന്റെ പേര് RQ അല്ലെങ്കിൽ QR. അത് ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാലും സൈഡ് ഒരേ സൈഡ് തന്നെ ആയിരിക്കും. പിന്നെ ആംഗിൾസ്, കോണിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 2 വരകൾ ചേരുമ്പോഴാണ് കോണുകൾ ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള ചെരിവ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് എത്ര ഉണ്ട്? അതേമാതിരി 2 വരകൾ ചേരുന്ന സ്ഥലം, ഒന്ന് ഇവിടെ 2 വരകൾ ചേരുന്നുണ്ട്, ഒന്ന് ഇവിടെ 2 വരകൾ ചേരുന്നുണ്ട്, ഇവിടെയും 2 ഉണ്ട്. അതേപോലെ ആ ത്രികോണങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 1 ആംഗിള്, 2 ആംഗിള്, 3 ആംഗിള്. അതുകൊണ്ടാണ് ഒരു ത്രികോണത്തിന് നമ്മൾ 3 സൈഡുകളുണ്ട്, 3 ആംഗിൾസ് ഉണ്ട്, 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ പഠിക്കുന്ന കാര്യം ഒരു ത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, 2 ത്രികോണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ശ്രദ്ധിക്കണം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ് എങ്കിൽ, അതായത് ഇതിന്റെ സൈഡ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിന്റെ സൈഡ് 6 സെന്റിമീറ്റർ ഉണ്ട് കരുതുക, 6 സെന്റിമീറ്റർ. ഇതിൻ്റെത് ഒരു 4 സെന്റിമീറ്റർ ഉണ്ട് എന്ന് കരുതുക. ഇതിന്റെ സൈഡ് ഒരു 9 സെന്റിമീറ്റർ ഉണ്ട് എന്ന് കരുതുക. ഇത് 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 9 സെന്റിമീറ്റർ നീളമുള്ള നമ്മൾ 3 ഈർക്കിലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയൊരു ത്രികോണാണ് ഇത് എന്ന് കരുതുക. അപ്പോൾ അതേപോലെ ഇതിന്റെ നീളം അളന്നു നോക്കുമ്പോൾ അതും 6 സെന്റിമീറ്റർ ആണ്. ഇത് അളന്നു നോക്കുമ്പോൾ അത് 4 ഉണ്ട്, ഇങ്ങനെ അളന്നു നോക്കുമ്പോൾ അത് 9 ഉണ്ട്. സെന്റിമീറ്ററിലാണ്. സെന്റിമീറ്റർ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് പറയും ഈ 2 ത്രികോണങ്ങളുടെയും 3 വശങ്ങള് ഈക്വൽ ആണ്. ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണ്. എങ്ങനെയാണ് തുല്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം അറിയാം. നമ്മളൊരു കാർഡ്ബോർഡിലാണ് ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടാക്കുന്ന കാർഡ്ബോർഡ് മുറിച്ചിട്ട് ഇതുപോലെ മുറിച്ച ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമാണ് ഇതെന്നും കരുതുക. അപ്പൊ ഈ മുറിച്ചിട്ടുള്ള ഈ കഷണം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചാല് അത് കറക്റ്റ് ആയിട്ട് എല്ലാ സൈഡിനും തുല്യമായി മുട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 2 ത്രികോണങ്ങളും തുല്യമാണ്. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ 2 ത്രികോണങ്ങൾ തുല്യാവുന്ന എപ്പോഴാണ്? ശ്രദ്ധിക്കുക, അതിന്റെ 3 വശങ്ങളും തുല്യമായിട്ട് വരുമ്പം ത്രികോണങ്ങൾ തുല്യായിരിക്കും. ഒരു കാര്യം ഓർമ്മിക്കുക കേട്ടോ, 3 വശങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് 3 വശങ്ങളും തുല്യമായിട്ട് വരുമ്പോ, 3 വശങ്ങളും തുല്യമാകുമ്പോ, തുല്യം ആയാൽ, ഓക്കെ, അതായത് 3 സൈഡ്സ് ഈക്വൽ ആയാൽ
ട്രയാങ്കിൾസ് ഈക്വൽ ആയിട്ട് വരുന്നു. 3 സൈഡ്സ് ഈക്വൽ ആയാല്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത്, രണ്ട് ട്രയാങ്കിളില് ഒരു ട്രയാങ്കിളിന്റെ സൈഡിന്റെ നീളവും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ സൈഡ്സിന്റെ ലെങ്തും ഈക്വൽ ആയാല്, തുല്യമായാൽ രണ്ട് ത്രികോണങ്ങളും തുല്യമായിരിക്കും, രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് 3 സൈഡും ഈക്വൽ ആകുമ്പോൾ അത് മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒന്നിന്റെ മേലെ മറ്റേത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത്. യെസ്, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതെന്താന്ന് വിചാരിച്ചാല്, രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെങ്കിൽ, if two triangles are equal, or if 3 sides of a triangle is equal to 3 sides of another triangle, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ പറയും എന്ന് മാത്രമല്ല നമുക്ക് അറിയാൻ കഴിയും, ഈ ട്രയാങ്കിൾസിന്റെ all angles are equal. ഇതിന് 3 ആംഗിൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇതിന്റെ 3 കോണുകളും ഈ ത്രികോണത്തിന്റെ ട്രയാങ്കിൾസിന്റെ 3 കോണുകൾക്ക് തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് എത്ര ഡിഗ്രി ഉണ്ടോ, ഈ കോൺ എത്ര ഡിഗ്രി ഉണ്ടോ, ഫോർ എക്സാമ്പിള് ഈ കോൺ ഒരു 30 ഡിഗ്രി ആണ് എങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിലും 30 ഡിഗ്രി ഇല്ല ഒരു ട്രയാങ്കിൾ ഉണ്ടാകും. ഇത് 140 ഡിഗ്രിയാണ്, ഇത് 110 ഡിഗ്രിയാണ്, 110 ഡിഗ്രിയാണ് ഇത് എന്ന് കരുതിയാല് ഇതും എത്ര വരുന്നുണ്ടാവും? തുല്യാണെങ്കിൽ 110 ഡിഗ്രി വരും. അപ്പൊ 110, 30, 140 കഴിച്ച് ഇത് നമുക്ക് 40 എന്ന് അളന്നു നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോ ഈ ആംഗിളും 40 എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താ? രണ്ട് ത്രികോണങ്ങൾ തുല്യമായിട്ട് വരികയാണെങ്കിൽ, രണ്ട് ത്രികോണങ്ങളുടെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, വശങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ ആംഗിളുകളും തുല്യമായിരിക്കും. ഇവിടെ 30 ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലും ഒരു 30 ഡിഗ്രി ഉണ്ടാവും. ഇതിൽ 35 ഡിഗ്രി ഉണ്ടെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവിടെയും ഒരു 35 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്താണ് പറഞ്ഞത്? 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്? 3 ആംഗിൾസും എങ്ങനെയായിരിക്കും? 3 ആംഗിൾസും ഈക്വൽ ആയിട്ട് വരും. 3 വശങ്ങൾ തുല്യമായാൽ, 3 വശങ്ങൾ തുല്യമായാൽ, വശങ്ങൾ തുല്യം ആയാൽ നമുക്ക് പറയാൻ പറ്റും 3 കോണുകളും തുല്യമായിരിക്കും. 3 കോണുകളും തുല്യം. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പൊ പറഞ്ഞ 2 പോയിന്റ് നമുക്ക് ബ്രീഫ് ചെയ്താല്, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമായിരിക്കും, അതിലെ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ 3 സൈഡ്സ് ഈക്വൽ ആയാൽ 3 കോണുകളും തുല്യം ആയിരിക്കും. ഇനി ഇവിടെ അടുത്ത പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വിചാരിച്ചാല്, ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാല്, ഏറ്റവും ഇമ്പോർട്ടന്റ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ത്രികോണത്തിന് നമ്മൾ ABC എന്ന് വിളിച്ചാല്, നോക്കൂ കുട്ടികളെ, ഇതിന്റെ സൈഡ് ഞാനിപ്പോ എഴുതാം. ഇതിപ്പോ ഒരു 4 സൈഡ് എഴുതി, ഇതൊരു 6 സൈഡ് എഴുതി, ഇതൊരു 7 സൈഡ് എന്ന് എഴുതി എന്ന് വിചാരിച്ചോ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിന്, ഈ കോണിന് എതിരെയുള്ള സൈഡാണ് ഇത്. അതായത് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഈ 6. അതായത് എ എന്ന കോണിന് എതിരെയുള്ള വശം 6 സെന്റിമീറ്റർ ആണെങ്കിൽ 6 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി, ഈ ആംഗിളിന് എതിരെയുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 സെന്റിമീറ്റർ. കോൺ സിക്ക് എതിരെയുള്ള വശം 4 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും കോൺ ബിക്ക് എതിരെയുള്ള വശം
7 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബേസ് ആയിട്ടാണ് ഈ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആണ്. നോക്കൂ കുട്ടികളെ, ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആണല്ലോ 6. നോക്കൂ, ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ആംഗിൾ എ എന്ന് പറഞ്ഞാല് ഇതാണ് ആംഗിൾ എ. ഇങ്ങനെ വരുന്നതാണ് നമുക്ക് ആംഗിൾ എ കിട്ടുന്നത്. ഈ ആംഗിൾ എ ഉണ്ടാക്കുന്നത് ഈ വരയും ആണല്ലോ. അപ്പോ ഈ 2 വരകള് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് അല്ല, എതിർവശം അല്ല. അപ്പൊ എതിർവശം ഏതായിരിക്കും? ഇതിന്റെ ആംഗിൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും എതിർവശമല്ല. ആംഗിൾ ഫോം ചെയ്യുന്ന ലൈൻസ് നെവർ ബി ഓപ്പോസിറ്റ് സൈഡ്സ്. ഓക്കെ, പിന്നെ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? ഇതല്ലാതെ ത്രികോണാകുമ്പം ഒരു സൈഡ് കൂടി ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ഈ സൈഡ്. അങ്ങനെയാണ് എങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? ഈ ആംഗിൾ ഉണ്ടാക്കുന്നത് ഈ വശവുമാണ്. അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? ഇത് രണ്ടും അല്ലാത്ത സൈഡ്. ശ്രദ്ധിക്കണം, അല്ലാത്ത സൈഡ്. അപ്പൊ ഏതാണ് വരിക? ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരിക. അപ്പൊ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ഇതാണ്. അപ്പൊ ആ ഓപ്പോസിറ്റ് സൈഡ്സ് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ നോക്കൂ, 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി എന്നാണ് ഞാൻ ആംഗിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത്. നോക്കൂ കുട്ടികളെ, ഇതിലത്തെ ഏറ്റവും ചെറിയ ആംഗിള് 30 ഡിഗ്രിയാണ്. നിങ്ങൾ നോക്കൂ, 30 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റ് സൈഡാണ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് 9, 4, 6. ഈ 3 ഏറ്റവും ചെറിയ സൈഡാണ് 4. അത് ഏത് ഡിഗ്രിക്ക് എതിരെ? ഏറ്റവും ചെറിയ ഡിഗ്രിക്ക് എതിരെ. നോക്കൂ, ഇവിടെ നോക്കൂ, 9 സെന്റിമീറ്റർ. അത് ഓപ്പോസിറ്റ് ഏതിനാണ് ഓപ്പോസിറ്റ്? 110 ഡിഗ്രിക്ക്. അപ്പോൾ ഏറ്റവും വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് അത് ആ ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശം. അപ്പൊ ലാർജസ്റ്റ് സൈഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ലാർജസ്റ്റ് ആംഗിൾ, ഗ്രേറ്റസ്റ്റ് ആംഗിൾ ആണ് വരിക. ഓക്കെ, അപ്പൊ അതേമാതിരി സ്മോളസ്റ്റ് സൈഡ് ഈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ. മിഡിൽ സൈഡ്, അതായത് ഇറ്റ് ഈസ് നൈദർ സ്മോള് നോർ ലാർജ്. അപ്പോൾ അതിന്റെ മിഡിൽ സൈഡ് 6 ആണ്. അപ്പൊ 6ന്റെ ആംഗിളും എന്തായിരിക്കും? ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മിഡിലിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ, ഇടയിൽ വരുന്ന ആംഗിൾ, മീഡിയം ടൈപ്പ് ആംഗിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് പുതിയൊരു സ്റ്റേറ്റ്മെന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുകയാണ്. ഒരു ട്രയാങ്കിളില് അതിന്റെ ആംഗിളും സൈഡ്സും തമ്മിൽ ബന്ധപ്പെടുത്തി പറയുമ്പോൾ സ്മോളസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും സ്മോളസ്റ്റ് സൈഡ്. ചെറിയ കോണിനെതിരെ ആയിരിക്കും ചെറിയ ത്രികോണത്തിന്റെ വശം. ലാർജസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ടു ലാർജസ്റ്റ് ആംഗിൾ ആയിരിക്കും അവിടുത്തെ ലാർജസ്റ്റ് സൈഡ്. അതായത് ഏറ്റവും വലിയ കോണിന് എതിർവശമായിരിക്കും അതിലെ ഏറ്റവും വലിയ വശം. അതേപോലെ മീഡിയം ടൈപ്പ് ആംഗിൾ ആണെങ്കിൽ അതിന്റെ സൈഡ്സും മീഡിയം ടൈപ്പ് ആയിരിക്കും. അതായത് വലുതുമല്ല ചെറുതുമല്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചെയ്യാം. യെസ്, പേജ് നമ്പർ 18, പേജ് 18, അതിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തത്. ഇതിലത്തെ ത്രികോണങ്ങളുടെ 2 ത്രികോണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, 2 ഇവിടെയും തന്നിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിളില് സൈഡ്സ് തന്നിട്ടുണ്ട് എങ്കിൽ ഈ 2 ട്രയാങ്കിൾസിലെയും ഈക്വൽ ആംഗിൾസ്, 2 ത്രികോണങ്ങളിലെയും തുല്യ കോണുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ കുട്ടികളെ, നിങ്ങൾ സൈഡ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പുറമുള്ള സൈഡുകളെല്ലാം അവിടെയുണ്ട്, പക്ഷെ അതിന്റെ പൊസിഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ആദ്യം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. നോക്കൂ കുട്ടികളെ, LM
ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 3. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? എന്ന് തന്നെ നമുക്ക് എഴുതാം. നോക്കൂ, LM ഈക്വൽ ടു ഏത് സൈഡ് ഉണ്ട് നോക്കിയാൽ LM 3 ആണ്. അപ്പൊ ഇവിടെയുള്ള 3 ഏതാണ്? YZ ആണ്. അപ്പൊ LM ഈക്വൽ ടു നമുക്ക് എഴുതാം YZ. ഓക്കെ ആണല്ലോ? ഓക്കെ. അതേപോലെ തന്നെ അടുത്തത് നോക്കിയാൽ 2 സെന്റിമീറ്റർ ആണ് LN. നോക്കൂ, 2 സെന്റിമീറ്റർ ആണ് LN. അപ്പോ LN-ന് നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് ആരെ എഴുതാം? LN ഈക്വൽ ആയിട്ട് നമുക്ക് ആരെ എഴുതാം? LN-ന് ഈക്വൽ ആയിട്ട് 2-ന് ഈക്വൽ ആയിട്ട് ഇവിടെ 2 XY. അതേപോലെ നിങ്ങൾ മൂന്നാമത്തെ നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ പറ്റും. അതേതാണ് വരിക? 4 സെന്റിമീറ്റർ ഉള്ള NM അല്ലെങ്കിൽ NM, ഞാൻ താഴെ എഴുതാം NM NM ഈക്വൽ ടു 4-ന് ഈക്വൽ ടു ഇവിടെ കാണാം XZ എന്ന് എഴുതാം, ZX എന്ന് എഴുതാം. അതിൽ നിങ്ങൾ അടിയും പ്രശ്നമാക്കണ്ട. നോക്കൂ കുട്ടികളെ, ഇനിയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് എഴുതിയത് സൈഡിന്റെ നീളം നോക്കിയിട്ടാണ്, വശങ്ങളിലെ ലെങ്ത് നോക്കിയിട്ടാണ് നമ്മളിപ്പോ എഴുതിയത്. ഇനി നിങ്ങൾക്ക് ഇതിലത്തെ ആംഗിളിന്, ഫോർ എക്സാമ്പിൾ M എന്ന് പറയുന്ന ആംഗിളിന് ഈക്വൽ ആയിട്ട് ഇതിൽ ആരാണ് ഉള്ളത്? L എന്ന് പറയുന്ന കോണിന് തുല്യമായിട്ട് ഇതിലാര്? N-ന് തുല്യമായിട്ട് ആര് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സൈഡ്സ് ഈക്വൽ തന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. വശങ്ങൾ തുല്യമായാൽ ആ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. സൈഡ്സ് ഈക്വൽ ആയാൽ ഓപ്പോസിറ്റ് ടു സൈഡ്സ്, ആംഗിൾ ഓപ്പോസിറ്റ് ടു സൈഡ്സ് ഈക്വൽ ആയിരിക്കും, നമ്മൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് LM-ഉം YZ-ഉം ഈക്വൽ ആയതുകൊണ്ട് LM-ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏത് നോക്കുക, ശ്രദ്ധിക്കുക. LM എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്നത് LM ഇതാ. അതിന് എതിരെ വരുന്നത് ഏതാണ്? ആംഗിള് N. L-ഉം M-ഉം ഒരിക്കലും വരില്ല. അപ്പൊ ഏതാണ്? LM-ന് എതിരെ വരുന്ന ആംഗിൾ N. അപ്പൊ നമ്മൾ ഇവിടെ ആംഗിൾ എന്നുള്ള ചിഹ്നം ഞാൻ ഈ ടൈപ്പിൽ എഴുതാം, ആംഗിൾ N. ഓക്കെ, ആംഗിൾ N. ഇനി ഈക്വൽ ടു നോക്ക്, ആംഗിൾ N എന്ന് പറയുന്നതാണ് LM-നെതിരെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്ററിന് എതിരെയുള്ള ആംഗിൾ ഇവിടെ ഏതാ? X. അപ്പൊ എന്ത് എഴുതാം? ആംഗിൾ X. ഒന്നാമത്തെ ആൻസർ നമുക്ക് കറക്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. LN ശ്രദ്ധിക്കണം, ആംഗിൾ എന്നല്ല, അത് L എന്നുള്ള അക്ഷരാണ്. ഇത് LN ഈക്വൽ ടു XY. ഇത് ഞാൻ നേരത്തെ ഞാനൊന്ന് ക്ലിയർ ആക്കിയിട്ട് എഴുതി നടത്താം കേട്ടോ. ഓക്കെ, ഇനി LN-ന് ഓപ്പോസിറ്റ് ഏതാന്ന് നോക്കിയാൽ LN 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 സെന്റിമീറ്ററിന് എതിരെ ഇതിൽ വരുന്ന ആംഗിൾ ഏതാ? ആംഗിൾ M ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, അതിന്റെ താഴെ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ആംഗിൾ M ഈക്വൽ ടു XY-ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? XY 2 ആണ്, അതിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ Z. സിമ്പിൾ ആണല്ലോ, ആംഗിൾ Z ആണ്, ആംഗിൾ ആണിത്. L എന്ന് വായിക്കരുത്, ആംഗിൾ Z. ഇനി മൂന്നാമത്തെ സൈഡ് NM ആണ്. NM-ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ നോക്കിയാൽ NM-ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? L ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ L ഈക്വൽ ടു ആര് വരും? ഏതിനോ? NM-ന് ഓപ്പോസിറ്റ്. അപ്പൊ XZ-ന്റെ ഓപ്പോസിറ്റ് ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. XZ 4, 4-ന് ഓപ്പോസിറ്റ് ആര്? Y. അപ്പൊ നമുക്ക് കിട്ടും ആംഗിൾ Y. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈക്വൽ സൈഡ്സ് എഴുതി വെക്കുക. അതിന്റെ നേരെ താഴെ ഓരോ സൈഡിനും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ചിത്രം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആൻസർ എഴുതാൻ പറ്റും. സൈഡുകൾ എഴുതാതെ നമുക്ക് എഴുതാൻ പറ്റും. നോക്കാം നമുക്ക്. ഈ 2.4-ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ഈ 2.4-ന് ഈ 2.4 ഇവിടെയുണ്ട്, ഇവിടെയും 2.4-ന് ഒരു വരയിടാം. അപ്പൊ ഇത് 2 ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുക. 2.4-ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ B ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ആംഗിൾ B. സൈഡ് എഴുതാൻ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ മാർക്ക് ചെയ്താല് സൈഡുകൾ എഴുതാതെ
സൈഡിൽ ഈക്വൽ സൈഡ്സ് മാർക്ക് ചെയ്താൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ബി. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ പി. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സൈഡ് ഞാൻ ഇതിനെ 2 വരി ഇടുന്നു. 3-ന് ഞാൻ 2 വരി ഇടുന്നു. അപ്പൊ ഇതിലത്തെ 3-നും ഞാൻ 2 വരി ഇട്ടാ മതി. അപ്പൊ 3-ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നോക്ക്, ആംഗിൾ എ. അപ്പൊ രണ്ടാമത്തത് ആംഗിൾ എ ഈക്വൽ ടു ഈ 3-ന് ഓപ്പോസിറ്റ് വരുന്നത് ഏത്? ആംഗിൾ 6. അപ്പൊ നമുക്ക് ആംഗിൾ 6. ഇനി അടുത്തത് ബാക്കി ഏതായാലും 3 വരി ഇടാൻ പറ്റിയത് 3.6. അപ്പൊ ഇതിലത്തെ 3.6-ന് 3 വര കൊടുക്കുക. 3 വരക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏത്? ആംഗിൾ സി. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ സി ഈക്വൽ ടു 3 വരക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ക്യൂ. ഓക്കെ, 2 കിട്ടിയാൽ നമുക്ക് 2 ശരിയായിട്ട് നമ്മൾ എഴുതിയാൽ മൂന്നാമത്തെ നമുക്ക് നോക്കാതെ തന്നെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതായത് എന്തുകൊണ്ട് ബിയും എയും കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ മൂന്നാമത്തെ സി ആയിരിക്കുമല്ലോ. പിയും ആറും എഴുതിയ മൂന്നാമത്തെ ഏതായിരിക്കും? ക്യൂ ആയിരിക്കും. അപ്പൊ ഈ തരത്തിലും നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ വര ഒന്നിടുന്നത് ഇതിന് തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല, ഇതിനും ഒരു വര ഇടാം. പക്ഷെ ഇവിടെ ഒരു വര ഇട്ടാല് ഇതിലെ 3.6-നും ഒരു വര മാത്രമേ ഇടാൻ പാടുള്ളൂ, അത്രേ നിയമമുള്ളൂ. ഇവിടെ എങ്ങനെയാണോ ലൈൻ കൊടുക്കുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള, അതിന് തുല്യമായിട്ടുള്ള സൈഡിന് അതേ വരകൾ അപ്പുറം കൊടുക്കണം. എന്നിട്ട് ഈ ഒരേപോലെയുള്ള വരക്ക് ആംഗിൾ ഏത്? അതേപോലെയുള്ള വരയുടെ ആംഗിൾ ഓപ്പോസിറ്റ് ഏത്? ആംഗിൾ ഓപ്പോസിറ്റ്. അത് കൃത്യമായി മനസ്സിലാക്കുന്ന കുട്ടിക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ 2 ചിത്രങ്ങളില് എ ബി ഈക്വൽ ടു ക്യു ആർ, എ ബി ഈക്വൽ ടു ക്യു ആർ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കുക, ഞാനിവിടെ വരയിടാം. അപ്പൊ അതിനോട് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ചാൽ മതി. എ ബി ഈക്വൽ ടു ക്യു ആർ തന്നിട്ടുണ്ട്. ബി സി ഈക്വൽ ടു ആർ പി തന്നിട്ടുണ്ട്. ബി സി ഇതാ, ഞാൻ അതിന് 2 വര കൊടുത്തു. ബി സി ഈക്വൽ ടു ആർ പി, ആർ പി. അപ്പൊ അതിനും 2 വര കൊടുക്കാം. നോക്ക്, സി എ ഈക്വൽ ടു പി ക്യു, സി എ, സി എ അതിന് ഞാൻ 3 വര കൊടുക്കാം. അപ്പൊ പി ക്യൂന് 3 വര. ഓക്കെ, കറക്റ്റ്. എന്നിട്ട് എന്താ പറഞ്ഞറിയോ, ഈ ത്രികോണത്തില് 2 കോൺ തന്നിട്ടുണ്ട് നമുക്ക്, എങ്കിൽ ആംഗിൾ സി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂടാതെ ഈ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. ഇൻ ഫസ്റ്റ് ട്രയാങ്കിൾ we have to find out angle C, then find all the angles of triangle PQR. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയുന്ന ഒരു ഐഡിയ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അറിയുന്ന ഐഡിയ എന്താ? ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് 3 ആംഗിൾസ്, സം ഓഫ് 3 ആംഗിൾസ് എത്രയാണ്? സം ഓഫ് 3 ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഇമ്പോർട്ടന്റ്, 3 കോണുകളുടെ ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രി. 3 കോണുകളുടെ തുക നമുക്ക് കിട്ടും 180 ഡിഗ്രി. ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കണം. 180 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 40 ഉണ്ട്, ഇത് 60 ഉണ്ട്. അപ്പൊ ഇത് എത്ര കിട്ടുന്നു കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 40ഉം 60ഉം കൂട്ടിയാൽ എത്ര? 40ഉം 60ഉം കൂട്ടിയാല് 40 + 60 നമുക്ക് കിട്ടും 100. 100 കിട്ടിയാൽ മൂന്നാമത്തെ എത്ര കിട്ടും നമുക്ക്? 180ന്ന് 100 കുറച്ചാൽ മതി. അല്ലെങ്കിൽ 100ന്റെ കൂടെ എത്ര കൂട്ടി 180 ആവും നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 80 ഡിഗ്രി. ഇത് നമുക്ക് കിട്ടി 80 ഡിഗ്രി. മനസ്സിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും 80 ഡിഗ്രി. ഓക്കെ, അതായത് 40, 60, 100 ആകുമ്പോൾ ഇത് നമുക്ക് കിട്ടിയ 80 ഡിഗ്രി. കറക്റ്റ്. ഇനി നമ്മൾ അറിയേണ്ടത്, അപ്പൊ ആംഗിൾ സി ആയല്ലോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി. കണ്ടുപിടിച്ച രീതി ഇവിടെയുണ്ട്. 40ഉം 60ഉം കൂട്ടിയാൽ 100, 100ന്റെ അപ്പുറം എത്ര കൂട്ടിയാൽ 180 ആവും നോക്കിയാൽ മതി. അപ്പൊ 80 ഡിഗ്രി. അപ്പൊ അത് ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കും എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിൽ ഒരു ആംഗിളും തന്നിട്ടില്ല, പക്ഷേ ഇതിന് തുല്യമായ സൈഡുകൾ അതിലുണ്ട്. തുല്യമായ സൈഡ് ഉണ്ടെങ്കിൽ, ഈക്വൽ സൈഡ്സ് ഉണ്ടെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഏത് ആംഗിൾ ആണോ അതേ ആംഗിൾ ആയിരിക്കും ഇതിന് ഓപ്പോസിറ്റ് വരിക. ഐഡിയ മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഏതെല്ലാമാണ് ഇവിടെ ഈക്വൽ ആയിട്ട് വരിക? നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയിട്ട് പറയാൻ പറ്റൂലേ? നോക്കിയാൽ ഏതെല്ലാമാ നോക്കിയാൽ എ ബി ഈക്വൽ ടു ക്യു ആർ ആണ്. എ ബി ഈക്വൽ ടു ക്യു ആർ നമ്മൾ വരച്ചു വെച്ചോണ്ട് ഏതെല്ലാം ആംഗിള്? എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് ആംഗിൾ സി. അപ്പൊ ഇവിടെ എഴുതാം ആംഗിൾ സി ഈക്വൽ ടു, ഈ ഒന്നിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ സി ആണ്.
അപ്പോ അതെത്രയാണ് ഇവിടെ ഉള്ളത്? 80 ഇത് 80 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ആർ, ആംഗിൾ സി 80 ആയതുകൊണ്ട് നമ്മൾക്ക് കിട്ടും ആംഗിൾ ആറും എത്ര കിട്ടും? 80 അല്ല, ഒന്നിന് ഓപ്പോസിറ്റ് എത്ര? ആംഗിൾ പിയും നമ്മൾക്ക് കിട്ടും 80 ഡിഗ്രി. ഐഡിയ മനസ്സിലായോ? ആംഗിൾ സി ഈ ഒന്നിന് ഓപ്പോസിറ്റ് വരുന്നത് 80 ആയതുകൊണ്ട് ഈ ഒന്നിന് ഓപ്പോസിറ്റ് വരുന്ന ഇതും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ്? ആംഗിൾ ക്യൂ അല്ലേ? അപ്പൊ ക്യൂ എത്ര നമുക്ക് കിട്ടും? 40 ഡിഗ്രി. ഐഡിയ മനസ്സിലായല്ലോ? ഈക്വൽ സൈഡിന് എതിരെ ഈക്വൽ ആംഗിൾ. ഇതിനും ഇതും തുല്യവശം. അപ്പൊ അതിനെതിരെ വരുന്നത് തന്നെയാണ് ഇവിടെ വരിക. ഒരു സ്ഥലത്ത് നമുക്ക് ആംഗിൾ തരും, അപ്പൊ മറ്റേ സ്ഥലത്തെ കണ്ടുപിടിക്കേ വേണ്ടു. അപ്പൊ രണ്ടാമത്തെ നമുക്ക് കിട്ടി ആംഗിൾ പി 80 ഡിഗ്രി കിട്ടി. പിന്നെ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ സൈഡ് ആയിട്ടുള്ള ആംഗിൾ ക്യൂ നമുക്ക് കിട്ടി. ആർക്ക് തുല്യം? ആംഗിൾ ക്യൂ ആംഗിള് രണ്ടാമത്തെ സൈഡ് എക്ക് തുല്യം. അപ്പോൾ നമ്മൾക്ക് കിട്ടി ആംഗിൾ എ എത്രയായിരുന്നു? ആംഗിൾ എ 40 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ക്യൂ നമുക്ക് എത്ര കിട്ടി? 40 ഡിഗ്രി കിട്ടി. മൂന്നാമത്തെ സൈഡ് നമുക്ക് നോക്കാം. ഇത് രണ്ടും കിട്ടിയാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വിഷമില്ല എന്നറിയാം. എങ്കിലും മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് 60. അപ്പൊ ആംഗിൾ ബിയും ആരും തുല്യം? ഈ 60 ബിക്ക് തുല്യം. മൂന്നിന് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ബി അല്ലെ? മൂന്നിന് ഓപ്പോസിറ്റ് ആംഗിൾ ആറാണ്. ആംഗിൾ ആറാണ് തുല്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 6 നമുക്ക് എത്ര കിട്ടും? ആംഗിൾ ബി 60 ആയിരുന്നില്ലേ? അപ്പൊ ആംഗിൾ 6 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾസ് കിട്ടും. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും എന്തായി? ആൻസർ കറക്റ്റ് ആയി. ആംഗിൾ പി കിട്ടി, ആംഗിൾ ക്യൂ കിട്ടി, ആംഗിൾ ആറിന് കിട്ടി. അപ്പോ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈഡ്സ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് തുല്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ആരാ ഇല്ല നോക്കുക, അതിന്റെ ആൻസർ എഴുതുക. അപ്പൊ ആംഗിൾ എ കിട്ടുന്നത് നമുക്ക് എത്ര? 60 ഡിഗ്രി. ഓക്കെ, എങ്ങനെ മനസ്സിലായി നോക്കിയാൽ? മൂന്നിന് ഓപ്പോസിറ്റ് 60. അപ്പൊ മൂന്നിന് ഓപ്പോസിറ്റ് ചിത്രത്തിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം, ഇതൊന്നും എഴുതാതെ. ഓക്കെ, അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? നോക്ക്, മൂന്നിന് ഓപ്പോസിറ്റ് 60, മൂന്നിന് ഓപ്പോസിറ്റ് ഇവിടെ എഴുതുക 60. നോക്ക്, രണ്ടിന് ഓപ്പോസിറ്റ് 40, രണ്ടിന് ഓപ്പോസിറ്റ് ഇവിടെ എഴുതുക 40. അതേമാതിരി ഒന്നിന് ഓപ്പോസിറ്റ് 80, ഒന്നിന് ഓപ്പോസിറ്റ് എഴുതുക 80. അത് നോക്കിയിട്ട് നമുക്ക് ഈ ആൻസർ പകർത്തി വെക്കാൻ പറ്റൂലേ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് ത്രികോണം നിങ്ങൾക്ക് ഇവിടെ ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇതില് ഈ ബാക്കിയുള്ള ഇതിലത്തെ ഒരാംഗിൾ തന്നിന് ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കുക, ഇതിലത്തെ ഒരു ആംഗിൾ തന്നിന് ഈ രണ്ട് കോണുകൾ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് തന്നിട്ടുണ്ട് എ ബി ഈക്വൽ ടു ക്യു ആർ. ആദ്യം അത് മാർക്ക് ചെയ്യാം. എ ബി ഞാൻ ഒരു സൈഡ് ഇടുന്നു, എ ബി. ക്യു ആർ, എ ബിക്ക് തുല്യം ഇപ്പുറത്ത് ക്യു ആർ ആണ്. അപ്പൊ ക്യു ആറിന് ഒരു വരി ഇട്ടു, മനസ്സിലായല്ലോ? ക്യു ആറിന് ഒരു വര ഇട്ടു. ബി സി ഈക്വൽ ടു പി ക്യു, ബി സിക്ക് ഞാൻ 2 വര കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ പി ക്യൂവിന് ഇവിടെ എത്ര കൊടുക്കണം? 2 വര. നോക്ക്, സി എ ഈക്വൽ ടു ആർ പി, സി എ ഇതാ സി എ, ഞാൻ 3 വര കൊടുത്തു. ആർ പിക്കും എത്ര വര കൊടുക്കണം? 3 വര കൊടുക്കണം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ടുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ കുട്ടികളെ, ഇപ്പോഴത്തെ ആംഗിളിന്റെ പേര് ഞാൻ എഴുതാം. ആംഗിൾ എ, ആംഗിൾ ബി, അല്ലെ ഇവിടെ എഴുതാം ആംഗിൾ ബി എന്ന്, ആംഗിൾ ബി, ആംഗിൾ സി. ഇപ്പുറത്തെ ആംഗിൾ നമുക്കറിയില്ല. ആംഗിൾ എ 60 ഡിഗ്രി ആണ്. ഇത് രണ്ടിന് ഓപ്പോസിറ്റ് ആണല്ലോ. രണ്ടിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഈ രണ്ടിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് എന്തെഴുതാം? ആംഗിൾ എ 60 ആയത് കൊണ്ട് നമ്മൾക്ക് ധൈര്യത്തിൽ എഴുതാം 60 ഡിഗ്രി. രണ്ട് വരയിട്ട വശത്തിന് എതിരെ വരുന്ന ആംഗിൾ അല്ലേ? അപ്പൊ രണ്ട് വരക്ക് എതിരെ വരുന്ന കോണ് ഏതാണ്? ഇവിടെ 6. അപ്പൊ ആംഗിൾ 6 എത്രയായിരിക്കും? 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒരു ആൻസർ ആയല്ലോ. അപ്പൊ ഇവിടെ ഞാൻ 60 ഡിഗ്രി എന്ന് എഴുതാം. നോക്കൂ കുട്ടികളെ, ഇതാ. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ സൈഡ് ഈക്വൽ ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഉണ്ടെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല. 70ഉം 60ഉം കൂട്ടിയാൽ എത്ര? 70ഉം 60ഉം കൂട്ടിയാൽ നമുക്ക് 130 ഡിഗ്രി കിട്ടും. അപ്പൊ 130 ഡിഗ്രിയും കഴിച്ചാൽ ബാക്കി ഇത് എത്ര കിട്ടും?
ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 ആവുക? 180 ആവണമെങ്കിൽ ഇത് 50 ആയിരിക്കണം. അപ്പൊ ഇതെത്ര കിട്ടും? 50 ഡിഗ്രി. 3 ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ ഏത് ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാം. നോക്ക്, ഒന്നിന് ഓപ്പോസിറ്റ് വരുന്നത് എത്ര? 50 ഡിഗ്രി. ഈ ഒരു വരക്ക് ഓപ്പോസിറ്റ് വരുന്നത് 50 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇടുന്ന കോൺ ബി നമുക്ക് കിട്ടി. നോക്കൂ, കോൺ ബി ഇവിടെ കിട്ടിയിട്ട കോൺ 6 ഉണ്ട്. പിന്നെ നമുക്ക് കോൺ ഇതേതാണ്? കോൺ 6 60 ഡിഗ്രി. 2 വരക്കെതിരെ 60 ഡിഗ്രി. ഈ 2 വരക്കെതിരെ ആരാണ്? 60 ഡിഗ്രി. അത് ഇവിടെ വരുന്നത് ആംഗിൾ എ നമ്മൾ എഴുതി കഴിഞ്ഞു. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി ഈ 60 നോക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അടുത്തത് നോക്ക്, ഈ ഒന്നിന് ഓപ്പോസിറ്റ് വരുന്നത് 50 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒന്നിന് ഓപ്പോസിറ്റ് വരുന്നത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഒന്നിന് ഓപ്പോസിറ്റ്, ഒരു വരക്ക് ഓപ്പോസിറ്റ് വരുന്നത് 50 ഡിഗ്രി. അപ്പൊ ഇതിന്റെ നമുക്ക് 50 ഡിഗ്രി കിട്ടി. ഈ 60ഉം 50ഉം കിട്ടിയ പിന്നെ മൂന്നാമത്തെ കിട്ടുമല്ലോ. അത് എത്രയായിരിക്കും? 60ഉം 50ഉം 110 കഴിച്ചാൽ ബാക്കി 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 3 ആംഗിളും ആയല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ പകർത്തി എഴുതുക മാത്രമേ വേണ്ടൂ. നോക്ക്, ആംഗിൾ എ 60, ആംഗിൾ ബി 70 ഡിഗ്രി, ആംഗിൾ സി എത്രയാണ് കിട്ടിയത്? 50 ഡിഗ്രി. ആംഗിൾ ആർ 60 ഡിഗ്രി, ആംഗിൾ പി 50 ഡിഗ്രി, ആംഗിൾ പി അത് എവിടെ എഴുതാട്ടോ. ഇതിന്റെ നേരെ നേരെ ആക്കണമെന്നില്ല. 3 എണ്ണത്തിന്റെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ പിയും ആറും കഴിച്ചാൽ ആംഗിൾ ക്യൂ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ ക്യൂ കിട്ടിയത് 70 ഡിഗ്രി. ഓക്കെ, അത് ഓർഡറിലും നമുക്ക് എഴുതാം. ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നോക്കൂ കുട്ടികളെ, ഇവിടെ ഒരു ആംഗിൾ തന്നിന്, ഇവിടെ ഒറ്റൊരു ആംഗിളെ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ? ഈ 60ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന് ഈക്വൽ ആയിട്ട് ഇവിടെ 2 വരക്ക് ഓപ്പോസിറ്റ് ഇതാണ്, ഇതിനെ കണ്ടുപിടിച്ചു. അപ്പൊ 2 ആംഗിൾ കിട്ടിയപ്പോ മൂന്നാമത്തെ ആംഗിൾ കിട്ടി. അപ്പൊ ഇതിന്റെ ഫുള്ള് കിട്ടി നമുക്ക്. പിന്നെ നമുക്ക് ഇവിടെ ഒരൊറ്റ ഒരു ആംഗിളേ ഉള്ളൂ. അപ്പൊ ആ ഒരു ആംഗിളാണ് ഇപ്പുറത്തെ കറക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇനി പിന്നെ നമ്മൾ 3ന് നോക്കി. 3ന് ഓപ്പോസിറ്റ് 70. 3ന് ഓപ്പോസിറ്റ് നമുക്കറിയില്ല, പക്ഷെ 3ന് ഓപ്പോസിറ്റ് ഇവിടെ 70 ഉണ്ട്. അപ്പൊ ഈ 3ന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 2 ആംഗിൾ കിട്ടിയാ പിന്നെ 3 എണ്ണം കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പൊ ഈസി ആയല്ലോ. ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, പേജ് നമ്പർ 19ലുള്ള 2 ക്വസ്റ്റ്യൻസ് 4, 5. 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിന്റെ ഈ സൈഡ് 4 ആണ്, ഇത് 4, ഇത് 3, ഇത് 3 ആണ്. എങ്കിൽ ഈ മുകളിൽ കാണുന്ന ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഈ താഴെ പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസും തമ്മിൽ ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈക്വൽ ആണെങ്കിൽ തന്നെ അത് എന്തുകൊണ്ട് ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ ഈ സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ അതിനിങ്ങനെ ഒരു അടയാളം വെച്ച് ചെയ്തു. അതേപോലെ ഇതും 3 ആണ്, ഇതും 3 ആണ്. അതിനെയും ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ 2 സൈഡ് ഇങ്ങനെ വെച്ച് ചെയ്തു. നോക്കൂ, 2 ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാവണമെങ്കിൽ when two triangles are equal എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾക്ക് കിട്ടണം. ഇവിടെ നോക്കുക, ഇവിടെ ഈ മുകളിലൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്, താഴെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഞാൻ ഈ മുകളിലുള്ള ട്രയാങ്കിളിനെ ഇങ്ങനെ നിരക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ നമുക്ക് ഇവിടെ കിട്ടും. ഈ മുകളിലത്തിന് മാത്രമാണ് കേട്ടോ, ട്രയാങ്കിളിന്റെ മാത്രമാണ് ഞാൻ നിരക്കി കൊണ്ടുപോയത്. അപ്പൊ ഇതെനിക്ക് 4 എന്ന് കിട്ടും, ഇതെനിക്ക് 3 എന്ന് കിട്ടും. ഇത് അതവിടെ നിൽക്കട്ടെ. ഇനി ഈ താഴത്തെ ട്രയാങ്കിളിനെയാണ് ഞാൻ താഴോട്ട് ഇങ്ങനെ നിരക്കി കൊണ്ടുപോകുന്നതെങ്കിൽ എനിക്ക് ആ ട്രയാങ്കിള് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഈ ടൈപ്പ് കിട്ടും. ഈ സൈഡ് 4 കിട്ടും, ഈ സൈഡ് 3 കിട്ടും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കുമോ? നോക്ക്, ഈ സൈഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, ഇതും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഈ സൈഡും ഈക്വൽ ആയിരിക്കുമോ എന്നുള്ളതാണ്. ഈ സൈഡും ഏതാണ്? നമ്മൾ ചിത്രത്തെ കാണിച്ചിരുന്ന ഇതാണ് അല്ലെ. ഇത് ഫോർ എക്സാമ്പിൾ ഇത് ഒരു 7 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ ഇത് എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ ആയിരിക്കും. താഴത്തെ എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? 2 ട്രയാങ്കിൾസിന്റെയും 3 സൈഡുകൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും, തുല്യമാണെന്ന് പറയാൻ പറ്റും. തുല്യമാണെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും പറയാം അവയുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആവാനുള്ള കാരണം എന്താ? അതിന്റെ ഓൾ 3 സൈഡ്സ് ഈക്വൽ. നമ്മൾക്ക് ഇവിടെ റീസൺ എഴുതാം.
ട്രയാങ്കിൾസ് ഈക്വൽ. എന്താ കാരണം? അതായത് മലയാളത്തില് ത്രികോണങ്ങൾ തുല്യം, ത്രികോണങ്ങൾ തുല്യം. അതിന്റെ കാരണം എന്താ കാരണം? 3 sides ഈക്വൽ, 3 sides ഈക്വൽ ടു 3 sides ഓഫ് another triangle, 3 sides of another triangle. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ വശങ്ങള് മറ്റൊരു ട്രയാങ്കിളിന്റെ സൈഡിന് ഈക്വൽ ആണ്. മലയാളത്തിൽ പറഞ്ഞാല് ഈ ഒരു ത്രികോണത്തിന്റെ 3 വശം മറ്റൊരു ത്രികോണത്തിന്റെ 3 വശത്തിന് ഈക്വൽ ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ട്രയാങ്കിൾസ് ഈക്വൽ ആയത് കൊണ്ട് അതിന്റെ ഓൾ ആംഗിൾസും എന്തായിരിക്കും? ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് അതിന്റെ റീസൺ. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, അതായത് എല്ലാ കോണുകളും തുല്യമാണ്, എല്ലാ കോണുകളും തുല്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നാമത്തതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഇതിനെ വെർബലായിട്ട് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ, ചിത്രത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ ഇതിനെന്ത് പേര് കൊടുക്കുക? എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ നമുക്ക് എഴുതാൻ പറ്റും എ ബി ഈക്വൽ ടു എ ഡി. അങ്ങനെ എഴുതാം, ഈ രീതിയിൽ എഴുതാം. എ ബി ഈക്വൽ ടു എ ഡി, ബി സി ഈക്വൽ ടു ഡി സി, ബി സി ഈക്വൽ ടു ഡി സി, പിന്നെ എ സി ഈക്വൽ ടു എ സി. അപ്പോൾ ഈ 3 സൈഡ് ഈക്വൽ ആയിട്ട് നമ്മൾക്ക് എഴുതാം. മുകളിലത്തെ ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ എ ബി സി, ഈക്വൽ ടു താഴത്തെ ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ എ ഡി സി. അപ്പൊ 2 ട്രയാങ്കിള് ഇവിടെ എഴുതിയ വരെ ഇങ്ങനെ എഴുതിയാലും നിങ്ങൾ മതി, ഇത്ര പോരാ എഴുതിയാലും ഈ എഴുതിയതിന് കറക്റ്റ് ആണ്. ഒന്നിക്കൽ ഇങ്ങനെ വേർഡിങ്ങിൽ എഴുതുക, അല്ലെങ്കിൽ അതിനെ ലെറ്റർ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore all angles are equal. അപ്പൊ ആൻസർ തീർന്നു. all angles are equal. 2 വഴിയും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് മുകളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, താഴെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് ഫുൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജമാണ്. ഈ ചതുർഭുജത്തിന്റെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം, എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ 2 ട്രയാങ്കിളിന്റെയും എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ സാധിക്കും നോക്കാം. നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താ? എ ബി ഈക്വൽ ടു എ ഡി, സി ബി ഈക്വൽ ടു സി ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചോദ്യം കാണാൻ പറ്റും. ഓക്കെ, നോക്കൂ, എ ബി ഈക്വൽ ടു എ ഡി. അപ്പോ അത് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ് നമുക്ക് ഒന്ന് സിംബോളിക്കലി നമ്മൾ ഇങ്ങനെ വരിയിടാം. എ ബി ഈക്വൽ ടു എ ഡി, ഈ 2 സൈഡും ഈക്വൽ ആണ്. സി ബി ഈക്വൽ ടു സി ഡി, സി ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ഈക്വൽ ടു ഇത് ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ മുകളിലുള്ള ട്രയാങ്കിളും താഴെയുള്ള ട്രയാങ്കിളും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ മുകളിൽ എഴുതി വെച്ചതുണ്ടല്ലോ, അവിടെ എഴുതി വെച്ചതുണ്ടല്ലോ, അതേ ഐഡിയ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. എ ബി സി ഡി എന്നുള്ളത് ഈ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യത്തിൽ മാറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ഈ ചോദ്യത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ ആൻസർ ചെയ്യാം? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം ഗിവൺ എ ബി ഈക്വൽ ടു എ ഡി. രണ്ടാമത്തെ സ്റ്റെപ്പ് സി ബി ഈക്വൽ ടു സി ഡി. ഇനിയോ നോക്കൂ, 2 ട്രയാങ്കിളിലും വരുന്ന കോമൺ സൈഡാണ് എ സി. ദർഫോർ നമുക്ക് എന്തെഴുതാം? എ സി ഈക്വൽ ടു എന്തെഴുതാം? എ സി. ഇതിന്റെ മീനിങ് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. എന്താണ് എ സി ഈക്വൽ ടു? കുട്ടികളെ, എ സി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ട്രയാങ്കിൾ മാത്രം എടുക്കുമ്പോൾ വരുന്ന സൈഡ്, താഴത്തെ ത്രികോണം മാത്രം എടുക്കുമ്പോൾ വരുന്ന സൈഡ്, അതിനും ഒരു എ സി ഉണ്ട്. അപ്പൊ മുകളിലത്തെ ട്രയാങ്കിളിന്റെ എ സി ഇതാണെങ്കിൽ താഴത്തെ ട്രയാങ്കിളിന്റെ എ സി ആണ് ഇത്. അപ്പൊ ഈ മുകളിലുള്ള ഈ സൈഡും തുല്യം, ഇതും തുല്യം, ഈ സൈഡ് അതിന് തന്നെ 2ലും തുല്യം. അതുകൊണ്ട് നമ്മൾക്ക് എന്തെഴുതാൻ പറ്റും? ട്രയാങ്കിള് നോക്കൂ, ഈ മുകളിലത്തെ ട്രയാങ്കിളിന്റെ പേര് എഴുതുക. ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നത് ആർക്ക് തുല്യം? ട്രയാങ്കിൾ എ ബി സിക്ക് തുല്യം. അതിന്റെ റീസൺ 3 സൈഡുകൾ തുല്യമായാൽ 2 ട്രയാങ്കിൾസും ഈക്വൽ ആകും. 3 വശങ്ങൾ തുല്യമായാൽ 2 ത്രികോണങ്ങളും തുല്യമാകുന്നില്ല സ്റ്റേറ്റ്മെന്റ് ആണ് അതിന്റെ റീസൺ. ഓക്കെ, അതൊന്ന് 3 സൈഡ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? സിമിലർ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന
ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. തുല്യമായിട്ടുള്ള വശങ്ങൾ, ഈക്വൽ സൈഡ്സിന് എതിരെയുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നോക്കുക, ഇവിടെ 2 വരക്ക് ഓപ്പോസിറ്റ് ആണ് 30 വരുന്നത്. അപ്പൊ ഈ 2 ലൈനിന് ഓപ്പോസിറ്റ് ഇതാണല്ലോ വരിക. അപ്പൊ ഇത് നമുക്ക് എത്ര എഴുതാം? 30. ആ 30 ഞാൻ റൗണ്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മളിത് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഈ ഒരു വര ഇവിടെയുണ്ട്, അതിനെതിരെ വരുന്നത് എത്രയാണ്? 50 ആണ്. അപ്പൊ ഈ ഒരു ലൈനിന് എതിരെ വരുന്നത് എത്രയായിരിക്കും? 50. അത് ശ്രദ്ധിക്കണേ. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ എല്ലാ കുട്ടികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതായി. അപ്പൊ 30 50. ഇതൊരു ത്രികോണാണല്ലോ. ത്രികോണാകുമ്പം ഈ മുകളിലത്തെ ആംഗിൾ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ? ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സമ്മു എത്രയാണ്? 150 ആണ്. സം ഓഫ് 3 ആംഗിൾസ് 180. ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുകയും 180 ആണ്. അപ്പൊ 2 എണ്ണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 30ഉം 50ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും. അപ്പോ അതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക? നമുക്കറിയാം, 100 കൂട്ടിയാലാണ് 180 കിട്ടുക. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, അതുമാതിരി 30 ഇവിടെയുണ്ട്, 50 ഇവിടെയുണ്ട്. ഇതും എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ത്രികോണത്തിന്റെ എല്ലാ ആംഗിൾസും ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് നമ്മൾക്ക് എഴുതി വെക്കുക മാത്രമേ ഇനി വേണ്ടൂ. അപ്പൊ നമുക്ക് ഓരോരാളെ എഴുതിയാല് ഇതിനെ നമുക്ക് ഒറ്റ അക്ഷരം ഉപയോഗിച്ച് എഴുതാം. കോൺ ഡി എത്ര എഴുതാം? 100 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിളിന് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിലും എഴുതാം. ആംഗിൾ ഡി എ സി, നോക്ക്, ഡി എ സി നമുക്കറിയാം 30 ഡിഗ്രി. ഇനി മൂന്നാമത്തെ ആംഗിൾ നോക്കുക, ഡി സി എ, അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്, 50 ഡിഗ്രി. ആംഗിൾ ഡി സി എ 50 ഡിഗ്രി. ഓക്കെ, അപ്പൊ 3 ആംഗിൾ ആയല്ലോ. ഇനി താഴത്തെ മറ്റേ രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ആംഗിൾസ് എഴുതുമ്പോ ഈ കോൺ ബി നമുക്ക് എത്ര എഴുതാം? കോൺ ബി 100 ഡിഗ്രി. ഓക്കെ, പിന്നെ ഇതിന്റെ പേര്, ഈ 30ന്റെ പേര് ബി എ സി, ആംഗിൾ ബി എ സി നമുക്ക് കിട്ടും 30 ഡിഗ്രി. ഇനി മൂന്നാമത്തെ ആംഗിൾ എന്ത് കിട്ടും? ബി സി എ, ആംഗിള് ബി സി എ നമുക്ക് കിട്ടും 50 ഡിഗ്രി. അപ്പൊ എന്തായി? ത്രികോണത്തിന്റെ എല്ലാ ആംഗിൾസുമായി. ഇനി ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിലോ, ഇത് 100 ഡിഗ്രി, ഇത് 100 ഡിഗ്രി, ഇത് രണ്ടും കൂടെ കൂട്ടുക. ചതുർഭുജത്തിന്റെ കോൺ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് വരും, അപ്പൊ 60 ഡിഗ്രി. ഇത് ഫുള്ള് വരും. ഈ ആംഗിള് ചതുർഭുജം എന്ന് പറഞ്ഞാൽ 50 50, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 50 + 50 100. അപ്പൊ ആ തരത്തിലും നിങ്ങൾക്ക് ഇത് ആൻസർ കണ്ടുപിടിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചോദ്യത്തിന്റെ ഐഡിയ എന്താന്ന് വിചാരിച്ചാല്, ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 2 ട്രയാങ്കിൾ കാണുമ്പോൾ ആ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ആദ്യം കഴിയണം. ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻസ് ആണ് 3 സൈഡും ഈക്വൽ ആയിട്ട് നമ്മൾക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടർന്നുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബൈ.